തൊഴിലുറപ്പ് നിയമ ഭേദഗതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി BSNL ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധം. തൊഴിലുറപ്പ് നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ചും തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെയുമാണ് CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി BSNL ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് കർഷക സംഘം ഏരിയ സെക്രട്ടറി B. സജീവൻ ഉദ്ഘാടനം ചെയ്തു. 2005 ഇടതുമുന്നണി നിർണായക ശക്തിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കുന്നതിനും പ്രാദേശിക ഭരണകൂടങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുന്നതിനു വേണ്ടി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് നൽകിക്കൊണ്ട് മാതൃകാപരമായി ഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് എന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായെങ്കിൽ രണ്ടാമത് അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ് ഗാന്ധിയുടെ സ്വപ്നങ്ങളെ അട്ടിമറിക്കുന്നതിനുള്ള നയസമീപനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. CPIM ലോക്കൽ സെക്രട്ടറി പ്രവീൺ മനക്കൽ സ്വാഗതം പറഞ്ഞു. G. സുനിൽ അധ്യക്ഷത വഹിച്ചു. M. ശോഭന, സുപ്രഭ, പ്രസന്നൻ, ജയസോമൻ, P. സുകുമാരി, പാർത്ഥസാരഥി, T. മുരളി, വിമോഷ്, അശോകൻ, ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടിയൂരിൽ നടന്ന സമരം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കല അധ്യക്ഷത വഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി സോമരാജൻ പിള്ള, S. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് വികസനവും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന നിലയിലുള്ള ഒരു പുതിയ തൊഴിൽ സംവിധാനം എല്ലാവർക്കും തൊഴിൽ മൗലിക അവകാശമാക്കുമെന്നുള്ള പ്രഖ്യാപിത തീരുമാനത്തെ തുടർന്ന് ഒരു തൊഴിലില്ലാത്ത ഒരാളിന് പ്രതിവർഷം മിനിമം 100 തൊഴിൽ ദിനങ്ങളെങ്കിലും കിട്ടുന്നതിന് സഹായകരമായിട്ട് 2004 അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ് അന്നുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ ഒരു നിയമം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ രാജ്യത്തെ കോടിക്കണക്കായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ഗ്രാമീണ മേഖലയിലുള്ള വിശേഷിച്ചും സ്ത്രീകളായിട്ടുള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു നിയമം വരികയും നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 20 കോടിയിലധികം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ തൊഴിലാളികൾ ദിനംപ്രതി അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സഹായകരമായിട്ട് പ്രതിവർഷം കുറഞ്ഞത് 100 തൊഴിൽ ദിനങ്ങളെങ്കിലും കിട്ടുന്നതിനുള്ള ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് അന്ന് നടപ്പിലാക്കി തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.